ഹലോ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് മുറുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. വളരെ ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് അരിപ്പൊടിയും കാര്യങ്ങളൊക്കെ മാത്രം മതി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുറുക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് മുറുക്കുണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് ഉഴുന്ന് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ഈ ഒരു കളർ ആകുന്നത് വരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ തരി കൂടുതലുണ്ടെങ്കിൽ ഒന്ന് അരിച്ചും കൂടി വെച്ചിരുന്നാൽ മതിയാവും. ഇനി നമ്മൾക്ക് ഒരു ബൗളിലിട്ട് ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം മൈദയാണ് കേട്ടോ. മൈദ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് മുന്നേ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന ഉഴുന്നുണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ നമ്മുടെ കറുത്ത എള്ളുണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാനൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ തന്നെ കായത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ തന്നെ നമ്മുടെ നല്ല ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ആദ്യമേ തന്നെ നമ്മൾ ഇട്ട പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ആയതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് ആദ്യം കുഴയ്ക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിരുന്നാൽ മതിയാവും കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം വെള്ളം ചേർത്തിട്ട്. ചൂടുവെള്ളം തന്നെ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ. ചൂടുവെള്ളത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്ത് വെച്ചിരുന്നാൽ മതിയാവും. നമ്മുടെ മുറുക്കുണ്ടാക്കാനുള്ള മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇനി അതിന് വേണ്ടിയിട്ടുള്ള അച്ചെടുക്കാം. നമ്മളിതാ ഇവിടെ സ്റ്റാറിൻ്റെ അച്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ സേവനാഴിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്നതാ ഇതേപോലെ അങ്ങ് ആക്കി അതിലേക്ക് മാവ് നിറച്ചങ്ങ് കൊടുക്കാമേ. അപ്പോൾ സ്റ്റാർ ഏതാ ഷേപ്പ് വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് ഷേപ്പൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ. സ്റ്റാർ തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ഷേപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിട്ടിട്ട് ചെയ്തെടുത്തായിരുന്നാലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് അങ്ങ് മാവിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മുറുക്കിൻ്റെ ആ ഷേപ്പ് ഞാൻ ഇതേപോലൊരു സ്റ്റീൽ പാത്രത്തിൻ്റെ പുറത്താണ് കേട്ടോ ആദ്യമേ തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ എണ്ണയിലോട്ടൊക്കെ നമുക്ക് ഈ ഷേപ്പിൽ അങ്ങ് ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോരികയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് അതങ്ങ് ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ എന്താ പറയുക അറിവ് പോലെയും അല്ലെങ്കിൽ താല്പര്യം പോലെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ അങ്ങ് ചെയ്തിട്ട് ഇതിൽ നിന്ന് എടുത്ത് ഒരു കോരികയിലേക്ക് വെച്ചതിന് ശേഷം ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്ത് പോരുവാണ് കേട്ടോ ചെയ്തത്. എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് അങ്ങനെയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണോ ഉണ്ടാക്കാൻ എളുപ്പം അതേപോലെ അങ്ങ് ചെയ്തെടുത്തിരുന്നാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പത അങ്ങ് കുറഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് മുറുക്കൊക്കെ റെഡിയായി എന്ന് മനസ്സിലാവും കേട്ടോ. ഈ ഒരു നമ്മളിടുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒരു പത പോലെ ഉണ്ടാവും എണ്ണയിൽ. അപ്പോൾ അതൊക്കെ നന്നായി കുറഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം മുറുക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടാവും. നമുക്ക് തിരിച്ചൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. അതിന് മുന്നേ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ തണുത്ത് കഴിയുമ്പോൾ ഒരു കറക്റ്റ് കളറായിട്ട് നമുക്ക് കിട്ടിക്കോളും. ഒരുപാട് ബ്രൗൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ തണുത്ത് കഴിയുമ്പോൾ വല്ലാണ്ടങ്ങ് കരിഞ്ഞ പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റിയാൽ മതിയാവും കേട്ടോ. അപ്പം നമ്മൾ മുറുക്കൊക്കെ മുഴുവനായിട്ട് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി മുറുക്കാണ്. അപ്പോൾ നല്ല ഈസിയാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ചൂട് കട്ടൻ ചായയുടെയൊക്കെ കൂടെ കഴിക്കാനും വേണ്ടിയിട്ട് സൂപ്പറാണ് കേട്ടോ.